ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് എന്നതിൻ്റെ 3ാമത്തെ പാഠമാണ്. ദ ഡോട്ട് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ്ങും, അതായത് മലയാളം അർത്ഥ വിശദീകരണവും അതുപോലെ തന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ എല്ലാം വീഡിയോസ് STD 5 2024 എന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഡോട്ട് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കുത്ത്, പുള്ളി എന്നൊക്കെയാണല്ലേ അർത്ഥം. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതൊരു കഥയാണ്, ഒരു സ്റ്റോറിയാണ്. ഏത് സ്റ്റോറിയാണ്? ഒരു ചെറിയ പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താ? ഷീ ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. എനിക്ക് ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? അവൾക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. സ്കൂളിലെ ആർട്ട് ക്ലാസ് കഴിഞ്ഞു. ആർട്ട് ക്ലാസ്സിൽ എന്തായിരിക്കും മക്കളെ? നമ്മളുടെ ചിത്രവരയും അതുപോലെ കളറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ടും കുട്ടികളെല്ലാവരും പോയിട്ടും വഷ്ടിയാണ് ആ ഇരിക്കുന്ന കുട്ടി കേട്ടോ. വഷ്ടി എന്ത് ചെയ്തു? സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. അവരുടെ കസേരയിൽ തന്നെ എന്ത് ചെയ്തു? ഗ്ലൂഡ്, അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവൾക്ക് നൽകിയ പേപ്പർ എന്തായിരുന്നു? ബ്ലാങ്ക് ആയിരുന്നു, ശൂന്യമായിരുന്നു, അതിലൊന്നും വരച്ചിട്ടില്ലായിരുന്നു. വഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. വഷ്ടിയുടെ ടീച്ചർ ഇങ്ങനെ ചെറുതായി കുനിഞ്ഞു നിന്നുകൊണ്ട്, ലീൻഡ് എന്ന് വെച്ചാൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ആ ബ്ലാങ്ക് പേപ്പറിലേക്ക്, ആ ഒന്നുമില്ലാത്ത വഷ്ടിയുടെ പേപ്പറിലേക്ക് നോക്കി. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. ടീച്ചർ എന്ത് പറഞ്ഞു? മഞ്ഞിൻ്റെ കൊടുങ്കാറ്റിലുള്ള ഒരു പോളാർ ബിയർ എന്ന് പറഞ്ഞു. എന്താ പോളാർ ബിയർ മക്കളെ? നമ്മളുടെ സ്നോയിൽ, മഞ്ഞിൽ ജീവിക്കുന്ന ഒരു വെളുത്ത ജീവിയാണല്ലേ പോളാർ ബിയർ. അപ്പോൾ മഞ്ഞിൻ്റെ കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ? എല്ലാം വെള്ള നിറത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ആ വെള്ള നിറത്തിനിടയ്ക്ക് ഈ വെള്ള പോളാർ ബിയറിനെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ബ്ലാങ്ക് പേപ്പറിന് ടീച്ചർ അങ്ങനെയാണ് എന്ത് ചെയ്തത്? വിശേഷിപ്പിച്ചത്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ സെഡ് വഷ്ടി. അപ്പോൾ അത് കേട്ടപ്പോൾ വഷ്ടി എന്ത് പറഞ്ഞു? നല്ല തമാശയായിരിക്കുന്നു, എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല എന്ന് വഷ്ടി പറഞ്ഞു. ഹെർ ടീച്ചർ സ്മൈൽഡ്. ഇത് കേട്ടപ്പോൾ അവളുടെ ടീച്ചർ ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. നീ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാർക്കിട്, എന്തെങ്കിലും ഒരു ചെറിയ കുത്തോ കോമയോ എന്തെങ്കിലും ഒന്ന് ഇട്, എന്നിട്ട് നമുക്ക് നോക്കാം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഒന്നും വരയ്ക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണ്ടേ. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. വഷ്ടി പേപ്പർ എടുത്തു, ഒരു മാർക്കർ, കളറിൻ്റെ ഒരു പേന എടുത്തു, എന്നിട്ടോ ഗേവ് എ ഗുഡ് സ്ട്രോങ് ജാബ്. ജാബ് എന്ന് വെച്ചാൽ കുത്ത്. നല്ലൊരു വലിയല്ല, നല്ലൊരു സ്ട്രോങ്ങിൽ, ശക്തിയായ അതിലൊരു കുത്തിട്ടു. ഇതാ എന്ന് ടീച്ചറോട് പറഞ്ഞു. ഹെർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ടീച്ചർ ആ പേപ്പർ വാങ്ങിയിട്ട് എന്ത് ചെയ്തു? അതിലൊന്ന് നോക്കിയിട്ട് കാര്യമായിട്ട് അതിലൊന്ന് പരതി നോക്കി. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ്. എന്നിട്ട് ടീച്ചർ ആ പേപ്പർ വഷ്ടിയുടെ നേരെ നീട്ടിയിട്ട് എന്ത് പറഞ്ഞു? ക്വയറ്റ്ലി സെഡ്, ശാന്തമായിട്ട് പറഞ്ഞു. എന്ത്? നൗ സൈൻ ഇറ്റ്. ഇനി അതിൽ നീ നിൻ്റെ ഒപ്പിട് എന്ന് പറഞ്ഞു. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. അത് കേട്ടപ്പോൾ വഷ്ടി ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു. വെൽ, മേ ബി ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എന്നിട്ട് വഷ്ടി എന്ന് പറഞ്ഞു? ശരിയാണ്, എനിക്ക് ചിലപ്പോൾ വരയ്ക്കാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ പേരെഴുതി ഒപ്പിടാനായിട്ട് എന്തായാലും സാധിക്കും എന്ന് വഷ്ടി പറഞ്ഞു. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വോക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അടുത്ത ആഴ്ച ആർട്ട് ക്ലാസ്സിലെത്തിയപ്പോൾ വഷ്ടി ആർട്ട് ക്ലാസ്സിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് അബവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. അവളുടെ ടീച്ചറുടെ ഡെസ്കിന് മുകളിലായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം കണ്ട് അവൾ ആകെ സർപ്രൈസ്ഡായി, അത്ഭുതപ്പെട്ടു പോയി. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. അതെന്തായിരുന്നു? അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് എന്തായിരുന്നു മക്കളെ? വഷ്ടി വരച്ചു കൊടുത്തില്ലേ, ഒരു ചെറിയ കുത്തിട്ട് കൊടുത്തില്ലേ പേപ്പറിൽ? ആ കുത്തിട്ട് കൊടുത്ത, വഷ്ടിയുടെ സൈൻ ചെയ്ത് ആ കുത്തിട്ട് കൊടുത്ത ആ ഫ്രെയിമായിരുന്നു അവിടെ തൂക്കിയിട്ടത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്.
നല്ല ചുവന്ന ബോർഡറിൽ ഗോൾഡൻ കളർ ബോർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് ആ ചിത്രം ടീച്ചർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ വഷ്ടി എന്ത് ചിന്തിച്ചു, എനിക്ക് ഇതിലേറെ നല്ല ഒരു ഡോട്ട് ഇടാൻ കഴിയുമല്ലോ, ഇത് ചെറിയൊരു ഡോട്ടല്ലേ, എനിക്കിതിലേറെ നല്ല മനോഹരമായിട്ട് ഡോട്ട് ഇടാൻ കഴിയുമല്ലോ എന്ന് വഷ്ടി ചിന്തിച്ചു. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, അവളുടെ വാട്ടർ കളറിൻ്റെ ബുക്കും അതുപോലെ തന്നെ കളറും എടുത്തിട്ട് എന്ത് ചെയ്തു, പണി ചെയ്യാൻ ആരംഭിച്ചു. അതായത് ചിത്രം വരയ്ക്കാനായിട്ട് ആരംഭിച്ചു. അതിലേറെ മനോഹരമായ മറ്റൊരു ഡോട്ട് ഇടാനായിട്ട് ശ്രമിച്ചു. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിറം കൊടുക്കുക തന്നെ ചെയ്തു. എ റെഡ് ഡോട്ട്, ആദ്യം ഒരു ചുവന്ന കുത്തിട്ട് കൊടുത്തു. എ പേർപ്പിൾ ഡോട്ട്, ഒരു പേർപ്പിൾ ഡോട്ട് ഇട്ട് കൊടുത്തു. എ യെല്ലോ ഡോട്ട്, ഒരു മഞ്ഞ ഡോട്ട് ഇട്ട് കൊടുത്തു. എ ബ്ലൂ ഡോട്ട്, ഒരു നീല ഡോട്ട് ഇട്ട് കൊടുത്തു. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ, എന്നിട്ടോ നീലയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. ആ സമയത്ത് അവൾക്ക് ഏത് കളറാണ് കിട്ടിയത്, ഒരു ഗ്രീൻ ഡോട്ടാണ്, ഗ്രീൻ കളറാണ് കിട്ടിയത്. അപ്പോൾ അവൾക്ക് എന്ത് മനസ്സിലായി, ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ ഗ്രീൻ ആവും എന്ന് മനസ്സിലായി. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അത് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു, ഇതുപോലെ ഒരുപാട് നിറങ്ങൾ കൂടി ചേർത്തുകൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി, പരീക്ഷിക്കാൻ തുടങ്ങി, പുതിയ പുതിയ നിറങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്കിതുപോലെ ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ ഡോട്ട്സും ഉണ്ടാക്കാമല്ലോ എന്ന് വഷ്ടി ചിന്തിച്ചു. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് എ ബിഗ്ഗർ ഡോട്ട്. എന്നിട്ട് വഷ്ടി എന്ത് ചെയ്തു, അവളുടെ ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ വലിയ ഡോട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. എന്നിട്ട് വഷ്ടി എന്ത് ചെയ്തു, കുത്തുകൾ ഇടാതെ തന്നെ കുത്തുകൾ ഇടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്, വഷ്ടിക്ക് കുറച്ചുകൂടെ ഡ്രോയിങ് എന്തായി മനസ്സിലായി തുടങ്ങി, പഠിച്ചു തുടങ്ങി. അവൾ കുത്തുകൾ ഇടാതെ തന്നെ കുത്തുകൾ ഇടാൻ തുടങ്ങി. At the school art show a few weeks later, Vashti's dots made quite a splash. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എന്തുണ്ടായിരുന്നു, ആർട്ട് ഷോ ഉണ്ടായിരുന്നു. ആർട്ട് ഷോയിൽ നമ്മൾ ചിത്രങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഷോ അല്ലേ. അതിൽ എന്ത് ചെയ്തു, വഷ്ടി വരച്ച ഈ ചിത്രം, വഷ്ടീസ് ഡോട്ട്സ്, ഈ കുത്തുകളുടെ ഈ ചിത്രം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. വഷ്ടിയെ ഒരു ചെറിയ ആൺകുട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതായിട്ട് വഷ്ടി നോട്ടീസ് ചെയ്തു, വഷ്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. ആ ആൺകുട്ടി വഷ്ടിയോട് എന്ത് പറഞ്ഞു, യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, നീ ശരിക്കും നല്ലൊരു കലാകാരിയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, എനിക്കും ഇതുപോലെ വരയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ ചെറിയ ആൺകുട്ടി പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്ടി. വഷ്ടി എന്ത് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നിനക്ക് കഴിയും, നിനക്കതിന് സാധിക്കുമെന്ന് ഞാൻ നിന്നോട് ബെറ്റ് വെക്കുന്നു എന്ന് വഷ്ടി പറഞ്ഞു. മീ, നോ ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ ആൺകുട്ടി പറഞ്ഞു, എനിക്കൊരു റൂളർ വെച്ചിട്ട്, അതായത് സ്കെയിൽ വെച്ചിട്ട് ഒരു നേരെ ഒരു വര, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഞാനാണോ ചിത്രം വരയ്ക്കാൻ പോകുന്നത് എന്ന് ആൺകുട്ടി പറഞ്ഞു. വഷ്ടി സ്മൈൽഡ്. ഇത് കേട്ടപ്പോൾ വഷ്ടി ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അവൾ ആ ആൺകുട്ടിക്ക് ഒരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തു. എന്നിട്ടോ ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻസ്. എന്നിട്ട് എന്ത് പറഞ്ഞു, ഇതിൽ നീ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുമെന്ന് വഷ്ടി പറഞ്ഞു അല്ലേ. വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. വഷ്ടി ആ ആൺകുട്ടി വരച്ച സ്ക്വിഗിൾ എന്ന് വെച്ചാൽ വളഞ്ഞ വര, ആ വളഞ്ഞ വരയിലേക്ക് നോക്കിയിട്ട് എന്ത് പറഞ്ഞു, നൗ സൈൻ ഇറ്റ്, ഇനി നീ ഇതിൽ നിൻ്റെ പേരെഴുതി ഒപ്പിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് സ്ട്രെയിറ്റ് ലൈന് പോലും വരയ്ക്കാൻ അറിയില്ല. ആ കുട്ടി വരച്ചപ്പോൾ ലൈൻ എന്തായിട്ടുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വളഞ്ഞ വരയിൽ എന്ത് ചെയ്തു, വഷ്ടി പറഞ്ഞു, ഇനി നീ ഈ പേപ്പറിൽ ഒപ്പിട്ടോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായിരിക്കും മക്കളെ വഷ്ടിയുടെ പ്ലാന്? നമ്മൾ വഷ്ടിയുടെ ടീച്ചർ അവളോട് ചെയ്തതുപോലെ തന്നെ ഇനി ഒരു പക്ഷേ വഷ്ടി എന്ത് ചെയ്യും, ആ കുട്ടി വരച്ച ആ ചിത്രം ഫ്രെയിം ചെയ്തിട്ട് ആ കുട്ടിക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും അല്ലേ. ലെറ്റ്സ് എക്സ്പ്ലോർ ദ സ്റ്റോറി. നമുക്കിനി ഈ സ്റ്റോറിയിലുള്ള ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Question 1. Why was Vashti sad? വഷ്ടി എന്തുകൊണ്ടായിരുന്നു സങ്കടപ്പെട്ടിരുന്നത്? ബിക്കോസ് വഷ്ടി ബിലീവ്ഡ് ദാറ്റ് ഷി കുഡ് നോട്ട് ഡ്രോ ഈവൺ എ സ്മോൾ പിക്ചർ. കാരണം എന്താണ്, വഷ്ടി എന്ത് വിശ്വസിച്ചിരുന്നു, എനിക്കൊരു ചെറിയ ചിത്രം പോലും വരയ്ക്കാൻ സാധിക്കില്ല എന്ന് വഷ്ടി വിശ്വസിച്ചിരുന്നു.
Question 2. What did the teacher ask Vashti to do after she had drawn the picture of a dot? വഷ്ടി ആ ബ്ലാങ്ക് പേപ്പറിൽ ഒരു കുത്തിട്ട ശേഷം അവളോട് എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞത്? ആൻസർ. ആഫ്റ്റർ വഷ്ടി ഡ്രൂ ദ ഡോട്ട്, ഹെർ ടീച്ചർ ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ നെയിം ഓൺ ദ ഡ്രോയിങ്. അവളോട് ആ ഡ്രോയിങ്ങിൽ, ആ വരച്ച ആ ചിത്രത്തിൽ, അതായത് ആ കുത്തിട്ട ചിത്രത്തിൽ അവളുടെ ഒരു ഒപ്പിടാനാണ് ടീച്ചർ പറഞ്ഞത്. Question 3. What did Vashti's teacher do with her picture? വഷ്ടി വരച്ച ആ ഡോട്ടിൻ്റെ ചിത്രം ടീച്ചർ എന്താണ് ചെയ്തത്? The teacher framed Vashti's picture and hung it above on her desk. ടീച്ചർ വഷ്ടി വരച്ച ആ ചിത്രം എന്ത് ചെയ്തു? ഫ്രെയിം ചെയ്തിട്ട് ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിൽ തൂക്കിയിട്ടു. Question 4. Why did Vashti think she could make an even better dot? എനിക്കിതിലും നല്ല ഒരു ഡോട്ട് ഇടാൻ പറ്റും എന്ന് വഷ്ടി ചിന്തിക്കാൻ കാരണം എന്തായിരുന്നു? Vashti thought she could make an even better dot because seeing her dot displayed gave her confidence. അവളുടെ ചിത്രം അങ്ങനെ ഡിസ്പ്ലേ ചെയ്തത്, അങ്ങനെ തൂക്കിയിട്ടത് കണ്ടപ്പോൾ വഷ്ടിക്ക് എന്തായി? ഒരു കോൺഫിഡൻസ് തോന്നി, ഒരു ആത്മവിശ്വാസം തോന്നി. അപ്പോഴാണ് വഷ്ടിക്ക് എന്ത് തോന്നിയത്? എനിക്കിതിലും നന്നായിട്ട് ഡോട്ട് ഇടാൻ കഴിയുമെന്ന് തോന്നിയത്. Question 5. Vashti asked the boy to sign his picture. Why? വഷ്ടി ആ ആൺകുട്ടിയോട് ആ ചിത്രത്തിലൊരു അവൻ്റെ സൈന് ചെയ്യാൻ പറഞ്ഞു, ഒപ്പിടാൻ പറഞ്ഞു. എന്തിനായിരുന്നു? Vashti asked the boy to sign on his picture to encourage him just as her teacher encouraged her. അവളുടെ ടീച്ചർ അവളെ പ്രോത്സാഹിപ്പിച്ചതുപോലെ ആ ആൺകുട്ടിയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വഷ്ടി അവനോട് അതിലൊരു ഒപ്പിടാനായിട്ട് പറഞ്ഞത്. Question 6. What will the boy do next? ഈ ആൺകുട്ടി ഇനി അടുത്തതായിട്ട് എന്തായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്? The boy will feel more confidence and might start experimenting with the drawing more lines and shapes. ഇത് കാണുമ്പോൾ ആൺകുട്ടിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നും, ഒരു ആത്മവിശ്വാസം തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും? അവന് കുറച്ചുകൂടെ നല്ല ലൈൻസും ഷേപ്സും ഒക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്കിതിലെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Some of the events of a story are illustrated below. Develop a story based on the pictures given. നമുക്കൊരു കഥയിലെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കഥയൊന്ന് പൂർത്തിയാക്കി നോക്കൂ. നമുക്ക് നോക്കാം. One day a lion was asleep in the wood. ഒരു ദിവസം ഒരു കാട്ടിലൊരു സിംഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു. A mouse came along there. ഒരു എലി അതുവഴി വന്നു. The mouse didn't see the lion and ran across the lion's nose. മൗസ് എന്ത് ചെയ്തു? ഈ ലയണ് തൻ്റെ കണ്ണിൽ പെട്ടില്ല, തൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അറിയാതെ ഈ ലയണിൻ്റെ മൂക്കിന് മുകളിലൂടെ എലി ഓടിപ്പോയി. ദ ലയൺ വേക്ക് അപ്പ്. അപ്പോൾ ഈ സിംഹം എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്നും എണീറ്റു. ഹി വാസ് ക്രോസ് വിത്ത് ദ മൗസ്. യു വോക്ക് മീ അപ്പ്, ദ ലയൺ റോഡ്. സിംഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്തു? എലിയോട് ദേഷ്യപ്പെട്ടു, അലറി, എലിയുടെ നേരെ അലറി വിളിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? യു വോക്ക് മീ അപ്പ്, നീ എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞിട്ട് സിംഹം ദേഷ്യത്തോടെ അലറി വിളിച്ചു. ദ മൗസ് വാസ് സ്കെയർഡ്. പാവ എലി പേടിച്ചു പോയി. പ്ലീസ് ലെറ്റ് മീ ഗോ സെഡ് ദ മൗസ്. ദയവ് ചെയ്ത് എന്നെ പോവാൻ അനുവദിക്കണം. ഇഫ് യു ലെറ്റ് മീ ഗോ ഐ വിൽ റീപേ യു വൺ ഡേ. എന്നെ പോവാൻ അനുവദിച്ചാൽ ഞാൻ ഒരു ദിവസം തീർച്ചയായിട്ടും നിന്നെ തിരികെ സഹായിക്കുമെന്ന് എലി സിംഹത്തോട് പറഞ്ഞു. യു ആർ ഫണ്ണി സെഡ് ദ ലയൺ. അത് കേട്ടപ്പോൾ നീ തമാശ പറയുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ലയൺ ചിരിച്ചു. ഹൗ കുഡ് എ മൗസ് ഹെൽപ്പ് ദ ലയൺ? ഒരു എലിക്ക് ഒരു സിംഹത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ലയൺ ചിരിച്ചു. ദ ലയൺ ലാഫ്ഡ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ ഹോം. എന്നിട്ടോ ആ എലിയെ പോവാനായിട്ട് അനുവദിച്ചു. സം ഡേയ്സ് ലേറ്റർ ദ ലയൺ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലയൺ എന്ത് ചെയ്തു? ഒരു വേട്ടക്കാരൻ്റെ വലയിൽ അകപ്പെട്ടു. ഹി കുഡ് നോട്ട് ഗെറ്റ് ഔട്ട്. അവൻ അതിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിച്ചില്ല. ദ ലയൺ റോഡ് ഇൻ ആങ്കർ ആൻഡ് ഫിയർ. പാവം സിംഹം ദേഷ്യം കൊണ്ടും ഭയം കൊണ്ടും പേടി കൊണ്ടും അലറി വിളിക്കാനായിട്ട് തുടങ്ങി. ദ മൗസ് ഹിയർഡ് ദ ലയൺ ആൻഡ് റാൻ ടു ദ നെറ്റ്. അപ്പോൾ നമ്മളുടെ എലിയില്ലേ, എലി ഈ സിംഹത്തിൻ്റെ അലർച്ച കേട്ടിട്ട് എന്ത് ചെയ്തു? ഈ വലയുടെ അടുത്തേക്ക് ഓടി വന്നു. ദ മൗസ് സോ ദ ലയൺ ആൻഡ് ഹാഡ് ആൻ ഐഡിയ. നമ്മുടെ എലി എന്ത് ചെയ്തു? ഈ ലയണിനെ ഈ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ടു. ഷി ച്യൂഡ് ഓൺ ദ നെറ്റ് അണ്ടിൽ ഇറ്റ് ബ്രോക്ക് ആൻഡ് ദ ലയൺ ഫെൽ ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ എലിക്കൊരു ബുദ്ധി തോന്നി. എലി എന്ത് ചെയ്തു? ഈ വല എലിയുടെ കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ദ ലയൺ വാസ് ഫ്രീ. അങ്ങനെ സിംഹം ആ വലയിൽ നിന്നും രക്ഷപ്പെട്ടു. ഈവൺ എ മൗസ് ക്യാൻ ഹെൽപ്പ് എ ലയൺ സെഡ് ദ മൗസ്. അപ്പോൾ നമ്മുടെ എലി എന്ത് പറഞ്ഞു? ഒരു എലി വിചാരിച്ചാലും സിംഹത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞു അല്ലേ? ഫ്രം ദാറ്റ് ഡേ ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. ആ ദിവസം തൊട്ട് നമ്മുടെ എലിയും സിംഹവും എന്തായി? നല്ല ഉറ്റ ചങ്ങാതിമാരായി.
ദ ഡോട്ട് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ ഈ ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചാപ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കിനി ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്